അതിന്റെ ചുരുക്കം ഇതാണ്. ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിന്. ഏത് രംഗത്ത്? ജീവിതത്തിന്റെ മുഴു രംഗത്തും നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിന് എന്നത് അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലേ? മുജാഹിദ് സുഹൃത്തുക്കൾ മറുപടി കണ്ടെത്തേണ്ടുന്ന, അവിടെ നമ്മളോട് പറയാൻ വേണ്ടിയല്ല, ദീനിയായ ഒരു വിഷയം എന്നുള്ള നിലക്ക് അവർ മറുപടി കണ്ടെത്തേണ്ടുന്ന ഒരു മൗലികമായ വശമാണത്. ഹാക്കിമിയത്ത് അള്ളാഹുവിനാണോ അല്ലേ? പ്രാപഞ്ചിക ഭരണം അള്ളാഹ്ക്കാണോ അല്ലേ എന്നല്ല. അതിൽ അബൂജഹലിനും മുതുബത്തിനും ശൈബത്തിനും നമ്രൂദിനും ഒന്നും തർക്കമുണ്ടായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ആകാശത്തിലെ ഇലാഹ് മാത്രമല്ല ഭൂമിയിലെയും ഇലാഹ് അവനാൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്ന ആ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ ഹാക്കിമിയത്തുമായി ബന്ധപ്പെട്ട് ജനജീവിതത്തിൽ ഹാക്കിമിയത്തിന്റെ അധികാരം അള്ളാഹുവിനാണ്. പരമാധികാരം, നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം അള്ളാഹുവിനാണ്. ഇത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇത് അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെ അനുസരണം അടിമത്തൊന്നും അർത്ഥമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? നിയമനിർമ്മാതാവ് അവനായ നിയമം അനുസരിക്കലാ പിന്നെ പ്രശ്നം. അപ്പൊ അനുസരണം എന്ന് പറഞ്ഞത് ഒഴിച്ചുവിടാൻ കഴിയില്ല. അപ്പൊ ഇബാദത്തിന് മൂന്നർത്ഥം പറയേണ്ടി വരുന്നത് ഹാക്കിമിയത്ത് ഉൾപ്പെടെയുള്ള പൂർണ്ണമായ തൗഹീദിന്റെ താല്പര്യം ഉൾക്കൊള്ളുവാൻ ആരാധന എന്ന പദത്തിന് കഴിയാത്തത് കൊണ്ടാണ്. ഇത് പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് എവിടെയൊക്കെ ഇബാദത്ത് എന്ന് പറഞ്ഞോ അവിടെ ഒക്കെ അനുസരണം എന്നർത്ഥം പറയാം എന്നല്ല. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തണം. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ മാഴ്ചറയുണ്ട്, പരലോകമുണ്ട് എന്ന് വിചാരിച്ചിട്ടെങ്കിലും അത് പറയരുത്. പച്ചയായിട്ട് KC അബ്ദുൽ മൗലവി റബ്ബിക്കുമാ തുകദിബാൻ എന്നതുപോലെ അദ്ദേഹത്തിന്റെ ആ ഇബാദത്ത് സമഗ്ര വർണ്ണം എന്ന് പറയുന്ന പുസ്തകത്തിൽ പരിഷ്കരിച്ച പതിപ്പിൽ കൂടുതലായിട്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഇബാദത്ത് സമം ആരാധന അനുസരണം എന്നല്ല. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇതാണ്: ഇബാദത്തിന്റെ മൂന്നർത്ഥങ്ങളുണ്ട്. മൂന്നർത്ഥങ്ങൾ ഉണ്ടാകണം, എന്നാലേ ഇബാദത്ത് ഉൾക്കൊള്ളാൻ കഴിയൂ. ഇസ്ലാമിലെ അള്ളാഹുവിന് ആവശ്യം, അള്ളാഹു ജനങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നതൊക്കെയും അവന് കൊടുക്കണമെങ്കിൽ, അതെന്താണെന്ന് ജനങ്ങൾക്ക് പറയുമ്പോൾ തിരിയണമെങ്കിൽ ഈ മൂന്നർത്ഥങ്ങൾ ഉൾക്കൊള്ളണം. ഇത് മൂന്നും അതിന്റെ അഭിവാജ്യ ഘടകമാണ്. ഉടമയാണ് അവൻ എന്ന് സമ്മതിച്ചാൽ പിന്നെ അടിമയായ എന്റെ പണി എന്ത്? لن يستنكف المسيح أن يكون عبدا لله ولا الملائكة المقربون ومن يستنكف عن عبادته ويستكبر فسيحشرهم إليه جميعا. പരിശുദ്ധ ഖുർആൻ പറയല്ലേ لن يستنكف المسيح أن يكون എന്ന് പറഞ്ഞാൽ എന്താ ഈ ആയത്തിന്റെ അർത്ഥം? മസീഹ് അള്ളാഹുവിന്റെ അടിമയാകാൻ വിസമ്മതിച്ചിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സാമീപ്യം നേടിയ മലക്കുകൾക്കും വിസമ്മതമില്ല. ومن يستنكف عن عبادته ആരെങ്കിലും അവനെ ഇബാദത്ത് ചെയ്യാൻ വിസമ്മതിച്ചാൽ, റഷീദുകൾ വരെ അർത്ഥം പറഞ്ഞിരിക്കുന്ന ഉബൂദിയത്ത്, അടിമത്വമെന്ന്. ആരെങ്കിലും അവന്റെ അടിമത്വം സമ്മതിക്കുന്നതിന് വിസമ്മതിച്ചാൽ, അങ്ങനെ തന്നെ വാക്കിൽ അർത്ഥം പറയാൻ പറ്റൂ. കാരണം അബദാകുന്നതിന് വിസമ്മതിച്ചിട്ടില്ല, ഇബാദത്തിന് വിസമ്മതിച്ചാൽ അപ്പൊ പറയും അബദിന് അബദയാബുദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും നാടന്മാർക്ക് തിരിയാത്തതുകൊണ്ട് കൂടുതൽ പറയില്ല, ഒറ്റവാക്കിൽ ഞാൻ പറയാം. അബദയാബുദു ഇബാദത്തൻ എന്ന് പറയുന്നതിന് ഉബൂദിയത്ത് എന്ന് പറയുന്ന മൊത്തമില്ല. അബുദയാബുദു എന്ന് പറയുന്ന അബുദ എന്ന സീകയിൽ നിന്ന്, അഥവാ അതിന്റെ ലാസിമായ സീകയിലെ ഉബൂദിയത്തുള്ളൂ. വിവരക്കേട് എന്ന് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അങ്ങനെ വാദമുണ്ടെങ്കിൽ ഇതുപോലെ, എനിക്ക് പറയാനുള്ളത്, അങ്ങനെ വാദം ഇനിയുമുണ്ടെങ്കിൽ ഇതുപോലെ പരസ്യമായിട്ട് ജനങ്ങളോട് പറ. എങ്കിൽ ആധികാരികമായ അറബി ഡിക്ഷണറികൾ അബദയഅബുദു ഇബാദത്തൻ ഉബൂദിയത്തൻ ഉബൂദത്തൻ എന്നിങ്ങനെ പറഞ്ഞതിന്റെ വ്യക്തമായ രേഖ നമ്മൾ വായിച്ചു കേൾപ്പിച്ചു തരാം. ഭാഷാപരമായിട്ട് വിവരമില്ലെങ്കിൽ ഡിക്ഷണറി നോക്കാൻ വേണ്ടത്. മുഞ്ചിതിൽ വരെ അർത്ഥം കൊടുത്തിരിക്കുന്നു അബദയഅബുദു ഇബാദത്തൻ ഉബൂദിയത്തൻ. അപ്പോ അബദ എന്ന വാക്കിന് തന്നെ ഉബൂദിയത്ത് അഥവാ അടിമത്തം എന്ന അർത്ഥത്തിൽ അതിനൊരു ക്രിയാരൂപമുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനാൽ അങ്ങനെ ഒന്നും രക്ഷപ്പെടാൻ കഴിയുന്നതല്ല വിഷയം. അപ്പോ ഈ മസീഹ് അള്ളാഹുവിന്റെ അടിമയാകുന്നതിന് വിസമ്മതിച്ചിട്ടില്ല, മലക്കുകളും വിസമ്മതിച്ചിട്ടില്ല. ആരെങ്കിലും അവന്റെ അടിമത്വത്തിന് വിസമ്മതിക്കുന്നുവെങ്കിൽ നമ്മൾ അർത്ഥം പറയും, ആരെങ്കിലും അവന്റെ അടിമത്വത്തിന് വിസമ്മതിക്കുന്നുവെങ്കിൽ. എളുപ്പമുള്ള ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ മലയാളത്തിൽ അങ്ങനെയല്ലേ സംസാരിക്കല്? നിങ്ങൾ രാവിലെ 8 മണിക്ക് ഇവിടെ വരണം. ഒരാളോട് പറയാം, നിങ്ങൾ രാവിലെ 8 മണിക്ക് ഇവിടെ വരണം. നിങ്ങൾ കുളിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലേക്കാതിരുന്നാൽ, അങ്ങനെയല്ലല്ലോ പിന്നെ പറയാം. നിങ്ങൾ രാവിലെ 8 മണിക്ക് ഇവിടെ വരണം, നിങ്ങൾ വരാതിരുന്നാൽ. ഇതാണ് സംസാര ഭാഷ. അതുകൊണ്ട് ആ രീതിയിൽ അടിസ്ഥാനപരമായും ഭാഷാപരമായും യുക്തിപരമായും പ്രായോഗികമായും ഇബാദത്തിന്റെ ഒരു ഇനത്തിൽപ്പെടുന്നതാണ് അടിമത്തം എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും, നബിക്ക് അടിമണ്ടായിരുന്നില്ലേ ശിർക്കായിലെ? അത് വേറെ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഈ സംസാരത്തിന്റെ അതിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച്, യുക്തമായ സന്ദർഭത്തിൽ വെച്ച് അതിനെക്കുറിച്ച് പറയുന്നതാണ്. അടിമ ഉണ്ടാകാം. യഥാർത്ഥ ഉടമ ആര് എന്ന് അംഗീകരിച്ചതിന് ശേഷം, ആ ഉടമയുടെ അടിമത്തം സമ്മതിച്ചതിന് ശേഷം അതിന്റെ കീഴിൽ നിങ്ങൾക്ക് അടിമയാകാം. വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം, അതിന്റെ കീഴിൽ നിങ്ങൾക്ക് അടിമയാകാം. പക്ഷെ അങ്ങനെ അടിമയാകുമ്പോഴും എന്റെ അടിമ പഠിപ്പിച്ചതായിട്ട് സഹീഹുൽ ബുഖാരിയിൽ വരെ കാണാം. വേറെയും ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. നിങ്ങൾ എന്റെ അടിമ, എന്റെ അടിമത്രി എന്ന് പറയരുത്. നിങ്ങൾ എന്റെ അടിമ, എന്റെ അടിമത്രി എന്ന് പറയരുത്.
വലാകിൻ തഖൂലു, നിങ്ങൾ പറയണം ജാരിയത്തി ജാരിയ, ജാരിയത്തിന്റെ ജാരിയത്തി, ഫതായോ ഫതാത്തി, ഗുലാമി എന്നൊക്കെ പറഞ്ഞോ. അബ്ദി എന്ന് നിങ്ങൾ പറയരുത്, അമത്തി എന്ന് നിങ്ങൾ പറയരുത്. ഇമാമുല്ല എന്ന് പറയുന്നത് സ്ത്രീകളെ വിശേഷിപ്പിക്കാൻ അല്ലാഹുവിന്റെ ദാസ്യകൾ. അതുപോലെ ഇബാദി എന്നത് പുരുഷന്മാരെ വിശേഷിപ്പിക്കാനും മൊത്തം ജനങ്ങളെ വിശേഷിപ്പിക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്നെ നിങ്ങളും പറയരുത്. യഥാർത്ഥ ഉടമ അല്ലാഹുവാണെന്ന് അംഗീകരിച്ചതിന് ശേഷം ഒരു നിർബന്ധിതാവസ്ഥയിൽ അടിമയുണ്ടാകാം. കാരണം അത് ഉടമക്ക് കൊടുക്കുന്ന യഥാർത്ഥ ഉടമക്കുള്ള അടിമത്വത്തിന്റെ കീഴിൽ മാത്രമേ ഇത് അടിമയാകുന്നുള്ളൂ. അതാണ് റസൂലുള്ളാഹിന്റെ സമൂഹത്തിലുണ്ടായിരുന്ന അടിമ. അത് യഥാർത്ഥത്തിൽ പരമമായ അടിമത്വമല്ല. പരമമായ അടിമത്വമാണോ? ഞാൻ പറയുന്നു ഇസ്ലാമിക പ്രമാണം വെച്ചുകൊണ്ടത് ഖണ്ഡിതമായ ശിർക്കാണ്. അതുകൊണ്ടല്ലേ ഇവിടെ ശക്തായി വായിച്ചു കാദ്യാനികളെ കൈകാര്യം ചെയ്യണം. അപ്പൊ ജമാഅത്തുകൾ രക്ഷപ്പെടുമെന്ന് നോക്കുന്നില്ല. അപ്പൊ കാദ്യാനികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉമർ മൗലവി എഴുതി അദ്ദേഹത്തിന്റെ പേര് തന്നെ ശിർക്കിന്റെ പേരാണ്. ഗുലാം അഹമ്മദി എന്ന് പറഞ്ഞാൽ അഹമ്മദിന്റെ അടിമ. അഹമ്മദ് കോ വന്ദഗീകരണ, അതാണ് അഹമ്മദിനെ അടിമത്വം സമർപ്പിക്കുക. അത് ശിർക്കാണ്. അതുകൊണ്ട് ശിർക്കിന്റെ പേരാണ്. അല്ലാഹു അല്ലാത്തവന്റെ അടിമയാകാൻ പാടില്ല. അല്ലാഹുവല്ലാത്തവരുടെ അടിമയായിക്കൊണ്ടുള്ള പേര് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അല്ലാത്തവരുടെ പേരുകൾ തിരുത്തിയില്ല. അടിമത്വത്തിൽ അങ്ങനെ ഒരു വകുപ്പ് അപ്പോൾ ഇസ്ലാമിലുണ്ട്. അതുമായി പണ്ഡിതന്മാരുടെ അഭിപ്രായം വായിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, അടിമത്വം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഉടമ, ആരുടെ അടിമ? അത് ആര്? അല്ലാഹു ഉടമയും ഞാൻ അടിമയുമാണെന്ന് സമ്മതിച്ചതിന് ശേഷം, ആ അടിമത്വത്തിനെതിരാകാത്ത ഒരടിമത്വം, ആ അടിമത്വമേ അറേബ്യയിൽ ഉണ്ടായിട്ടുള്ളൂ. കാരണം സഹാബികളുടെ അടിമയായിട്ടേ മുസ്ലിങ്ങളായ ആളുകൾ ബന്ധുക്കുള്ളൂ. വേറുള്ളവരുടെ കീഴിലാണെങ്കിലോ അനുസരിക്കാതെ എതിർപ്പ് പ്രകടിപ്പിച്ച് മജ്ജനം കഴിച്ചതിന്റെ പാരമ്പര്യമേ ഉള്ളൂ. അല്ലാതെ തോട്ടിപ്പണിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അവർ ദീന് പഠിച്ചിട്ടിലേക്ക് വന്നവരാണ്. അടിമകളായ ആളുകൾ ആദ്യം വരാൻ തന്നെയുള്ള കാരണം ഇതംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേവല ഉടമകൾക്ക് നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവും യാഥാർത്ഥ്യബോധവുമാണ്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ സംഗതി, അടിമത്വം എന്നതർത്ഥം. രണ്ടാമത്തെ നമ്മൾ പറയുന്നു അനുസരണം. എല്ലാ ഇബാദത്തും എന്ന് പറഞ്ഞോട്ടും അനുസരണം എന്ന് ജമാഅത്തെ ഇസ്ലാമി വാദിച്ചിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം ഇതാണ്. ഇബാദത്തിന്റെ മൂന്നർത്ഥങ്ങളുണ്ട്: അടിമത്വം, അനുസരണം, ആരാധന. അറബി ഭാഷാ ഡിക്ഷണറികളിൽ ഈ അർത്ഥമില്ലെന്ന് പറയാൻ വകതിരിവുള്ള ബുദ്ധിക്ക് വകതിരിവുള്ള ഒരു മനുഷ്യനും ധൈര്യപ്പെടുകയില്ല. ഭാഷയിലുണ്ടെന്ന് പറയാൻ. അപ്പൊ ഭാഷയിലുണ്ടെന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ സമ്മതിക്കാൻ നിർബന്ധിതരായി യാഥാർത്ഥ്യം കൊണ്ട് അവസാനം ബോധ്യം വന്നു. ഇപ്പൊ പറയുന്നത് ശറയിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ്. ശറയിൽ ഉദ്ദേശിച്ചിരിക്കുന്നുവെന്നും ആധികാരികരായ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നുവെന്നും ഉദ്ധരണികൾ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. അതിനു മുമ്പ് ഞാൻ പറയുന്ന സംഗതി രണ്ടാമത്തെ ഇനത്തിൽ രണ്ടാമത്തതാണ് അനുസരണം. എല്ലായിടത്തും അനുസരണം എന്നും പറയാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമി പറയുന്നു അടിമത്വം, അനുസരണം, ആരാധന. ഈ മൂന്നർത്ഥങ്ങൾ ഇബാദത്തിന്റെ മുഖ്യമായ മൂന്നർത്ഥങ്ങളാണ്. ഇത് ചില സ്ഥലത്ത് അടിമത്വം എന്ന അർത്ഥത്തിൽ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് അനുസരണം എന്ന അർത്ഥത്തിൽ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് ആരാധന എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെ അടിമത്വമെന്നും അനുസരണമെന്നും അർത്ഥം പറയാൻ പറ്റില്ല, പറഞ്ഞാൽ തെറ്റും. അത് ബാഹ്യമായ ആഹ്വാനം, പൊതുവായ ആഹ്വാനം. അത് ഈ മൂന്നും അതിന്റേതായ അർത്ഥത്തിൽ അല്ലാഹുവിനെ സമർപ്പിക്കാവൂ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിൽ അല്ലാഹുവിനെ ഉടമയായി കാണുന്നുവോ, ഏതർത്ഥത്തിൽ അവൻ അനുസരിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നുവോ, ആ അർത്ഥത്തിൽ വേറൊരു ഉടമയും വേറൊരു അനുസരിക്കപ്പെടേണ്ടവനും ഇല്ലെന്ന് ഉറപ്പിച്ചു പറയുന്നതാണ് ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത്. അങ്ങനെ ഉലമാക്കന്മാർ വിശദീകരിച്ചു. മൗദൂദി സാഹിബും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുന്നത് ഹാക്കിമിയത്ത് എന്ന അടിസ്ഥാനം അംഗീകരിച്ചാൽ അതിന്റെ പ്രായോഗിക കർമ്മത്തിൽ ആവശ്യമായി വരുന്നതാണ് അനുസരണം എന്ന് പറയുന്നത്. ആരാധനയല്ല ഹാക്കിമിനോട് വേണ്ടത്, ഹാക്കിമിനെ അനുസരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അടിമത്വം, അനുസരണ, ആരാധന എന്ന് പറയുന്ന മൂന്നർത്ഥങ്ങളുണ്ട്. അപ്പൊ ചോദിക്കും, അനുസരണത്തിന് പ്രവാചകനുള്ള അനുസരണം നിർവാധികമോ സ്വാഭാവികമോ? ആവർത്തി ചെയ്യാൻ പറയുന്നു. പണ്ഡിതന്മാരെ വിവാർത്തകൾ വായിക്കും, ഉദ്ധരണികൾ വായിച്ചുകൊണ്ട് അതിന്റെ സന്ദർഭത്തിൽ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതാണ്. ഈ മൂന്നർത്ഥവും ഉണ്ട്. എല്ലായിടത്തും ആരാധന, ഇബാദത്ത്, തമ്മിൽ അനുസരണം. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ തെറ്റി. അതാണ് സൂറത്തുൽ ബയ്യനയുടെ വിശദീകരണത്തിൽ ഇമാം റാസിയെ ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖ് സാഹിബ് ഇവിടെ പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെ വാദിച്ചാൽ ഇബാദത്ത് എന്നാൽ അനുസരണം എന്നാണ് അർത്ഥമെന്ന് വാദിച്ചാൽ അത് തെറ്റാണ്. നേരെ മറിച്ച് ഇബാദത്തിന്റെ ഒരിനത്തിൽ ഒരിനം ആരാധനയുമാണ്, ഒരിനം അനുസരണവുമാണ്. അനുസരണവും ആരാധനയും അടിമത്വവും ഒക്കെ ഇബാദത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന വിഷയങ്ങളാണ്. തിരിയാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറയാം. നമ്മൾ സ്കൂൾ എന്ന് പറയും. സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഘടകങ്ങൾ കൂടിയതാണ്? ഒരു കെട്ടിടം വേണം, കുട്ടികൾ ഉണ്ടാകണം, അധ്യാപകരുണ്ടാകണം, പാഠപുസ്തകം പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെ കൂടി കൂടുന്ന ഘടകത്തിന് സ്കൂൾ എന്ന് പറയും. സ്കൂൾ 4 മണിയാകുമ്പോൾ ബെല്ലടിച്ച് കുട്ടികളെ പുറത്തുവിടും. അതിന് നമ്മൾ പറയും സ്കൂൾ വിട്ടു. വേനലവധിയാകുമ്പോൾ സ്കൂൾ പൂട്ടും. അതിന് നമ്മൾ പറയും സ്കൂൾ പൂട്ടിയും. ഒരാൾ പറയാണ് സ്കൂൾ എന്ന് പറയുന്നതിന്റെ ഒരു ഘടകമാണ് കുട്ടികൾ. സംശയമില്ല. നേരെ മറിച്ച് ഒരാൾ പറയുകയാണ് സ്കൂൾ എന്നാൽ കുട്ടികളാകുന്നു.
അപ്പൊ നമ്മൾ പറയാം സ്കൂളിൽ എന്നാൽ കുട്ടികളാകുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ അവനെ തെറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റുണ്ടായത് ശരിയെന്നല്ല പറയുന്നത്. സ്കൂൾ എന്നാൽ കുട്ടികളല്ല, നേരെ മറിച്ച് സ്കൂളിൽ ഒരു ഘടകമാണ് കുട്ടികൾ. സ്കൂളിൽ എന്നാൽ അധ്യാപകരാകുന്നു എന്നിട്ടും പറഞ്ഞാൽ തെറ്റാണ്. പക്ഷേ സ്കൂളിന്റെ ഒരു ഘടകമാണ് അധ്യാപകർ. അതുപോലെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബാദത്തിന്റെ ഒരു ഇനമാണ് അനുസരണം. ഇബാദത്ത് എന്നാൽ അനുസരണമാകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ്. മൗദൂദി സാഹിബ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരും പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങൾ 50 കൊല്ലമായിട്ട് മഷിയിട്ട് പരിച്ചു പരക്കിയിട്ട് ഇന്നുവരെയും മുജാഹിദ് നേതൃത്വത്തിന് കിട്ടിയിട്ടില്ല. അവർ ഉദ്ധരണി കിട്ടുകയുമില്ല. കാരണം നമുക്കത് വാദമില്ല. നമ്മൾ പറയുന്നത് ഇബാദത്തിന്റെ ഈ അനുസരണം, അടിമത്വം, അനുസരണം, ആരാധന ഉടമയാണെന്ന് സമ്മതിക്കുക. ആ ഉടമ അടിമയാണെന്ന്, ഉടമയെ അംഗീകരിച്ച് അടിമയാണെന്ന് സമ്മതിക്കുക. അവന്റെ നിയമങ്ങൾ അനുസരിക്കുക. അവനോട് ഭക്തിയും കൂറും പ്രകടിപ്പിക്കുവാൻ, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവനെ മാത്രം ആരാധിക്കുക. ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ് എഴുപതുള്ള എന്ന് ഖുർആൻ നമ്മോട് ആഹ്വാനം നൽകുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്നാണ് നാം പറയുന്നത്. അതുകൊണ്ട് ഇത് മൂന്നും ഉദ്ദേശിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട് ഖുർആനിൽ. ഓരോ അർത്ഥം പറയേണ്ടുന്ന സന്ദർഭങ്ങളുണ്ട്. ചിലയിടത്തിൽ ആശയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് വലദീനയതൂന അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ആയത്തുകളുണ്ട്. അവിടെ ആരാധന എന്നെ അർത്ഥം പറയണം. ആരാധന വിഭാഗത്തിന്റെ ഒരു ഇനമാണ്. എല്ലാ ആരാധന മാത്രമേ ഉള്ളൂ എന്ന് കരുതരുത് എന്ന് മാത്രമേ ഉള്ളൂ. അനുസരണകൾ വിഭാഗത്തിന്റെ ഒരു ഇനമാണ്. അതിന് ചില സന്ദർഭത്തിൽ അനുസരണവും വിവാദത്താകും, ചില സന്ദർഭത്തിൽ അടിമത്വവും വിവാദത്താകും. ഏത് സന്ദർഭത്തിലാണോ അനുസരണം വിവാദത്താകുന്നത്, ഏത് സന്ദർഭത്തിലാണോ അടിമത്വം വിവാദത്താകുന്നത്, ആ രീതിയിലുള്ള അടിമത്വവും അനുസരണവും അല്ലാഹുവിനെ പാടുള്ളൂ. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്. കേരള നദവത്തുൽ മുജാഹിദീൻ 50 കൊല്ലമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇതാണ്. കേരള നദവത്തുൽ മുജാഹിദീൻ അതിന്റെ ഒന്നുകിൽ അവർക്കെന്തോ അബദ്ധം പറ്റി. അവർ കാര്യഗൗരവത്തിൽ ഈ വിഷയം പഠിച്ചില്ല. പഠിക്കുന്നതിന് മുമ്പ് പറഞ്ഞുപോയി. ലോകത്താരും അങ്ങനെ പറഞ്ഞിട്ടില്ല. വിശേഷിച്ച് ഉമർ മൗലവി. എനിക്ക് ഈ ഉമർ മൗലവിയോട് ബഹുമാനാകാനുള്ള കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പ്രചരിപ്പിക്കുന്നതിലും ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് മുജാഹിദ് പ്രവർത്തകരെ അടുപ്പിക്കുന്നതിലും ഈ മനുഷ്യൻ പറയുന്ന ഒരു അന്തല്ലാത്ത കാര്യമാണല്ലോ എന്ന ഒരു ചിന്ത ഉണ്ടാക്കുന്നതിനും ഉമർ മൗലവിയുടെ സേവനം എടുത്തു പറയേണ്ടതാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. വിശേഷിച്ച് ഇപ്പൊ ഈ പരിപാടി ഇത്ര ആളുകളോട് ഒന്നിച്ചുകൂടി ശൈത്താരിയും സംസാരിക്കും. ഇനിയിതൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, കുറച്ചും കൂടി പറയാനുണ്ട്. ഇതൊക്കെ കേൾക്കാൻ ആളുകൾക്ക് അവസരം കിട്ടിയത് ഇങ്ങനെയൊക്കെ ആളുകൾ ചിലപ്പോൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്. നമ്മുടെ കാര്യം നമ്മെ കൊണ്ട് പഠിപ്പിക്കാൻ, നമുക്ക് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ധാരണ അവരുണ്ടാക്കും. നമ്മളൊന്ന് തിരുത്തിയിട്ട് ശരിയാക്കി കൊടുത്താൽ മതി. ഒരു സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ സേവനങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞു.